നമ്മുടെ കർത്താവും മഹാദൈവവുമായ ക്രിസ്തുയേശുവിന്റെ നാമം ഇന്ന് സന്ധിയിങ്കൽ വാഴ്ത്തപ്പെടട്ടെ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുന്ന ആ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രിയിലും പ്രവേശനം സാധിച്ചല്ലോ. അതോർത്ത് സ്തോത്രം. നാം ഇന്ന് നിൽക്കുന്ന ഈ കൃപയിലേക്ക് ക്രിസ്തുയേശു മുഖാന്തരം ലഭ്യമായ പ്രവേശനത്തിനായി സ്തോത്രം ചെയ്തും നാം അതിന് യോഗ്യരല്ലെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് നമ്മെ തന്നെ വീണ്ടും ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുത്താം. നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ഏവർക്കും ആദരവോടെ അറിയിക്കുകയും ചെയ്യുന്നു. 2 നാളുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പല തിരക്കുകളാൽ ഒരുമിച്ച് കൂടാൻ സാധിക്കാതെ ഇരുന്നു. അവരും ചിലർക്കിന്ന് നമ്മോടൊപ്പമായിരിക്കാൻ അവസരമൊരുങ്ങുന്നതോർത്ത് സ്തോത്രം. കാലാവസ്ഥയുടെ കെടുതികളിൽ വലയുന്നവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. രോഗങ്ങളാലും കഷ്ടങ്ങളാലും വേർപാടിന്റെ ദുഃഖങ്ങളിലും കഴിയുന്നവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മൾ പഠിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വീണ്ടും തിരിക്കാം. Hebrews 2:14 and 15 once again please. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ഒരുമപ്പെട്ടതിൻ്റെ ചരിത്രരേഖയാണ് നാം ഇവിടെ കാണുന്നത്. ഇറ്റ്സ് ദ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഓഫ് ജീസസ് ഐഡന്റിറ്റി വിത്ത് ഹ്യൂമാനിറ്റി. മനുഷ്യരാശിയോടുള്ള യേശുക്രിസ്തുവിൻ്റെ ഏകാത്മകതയുടെ താതാത്മ്യപ്പെടലിൻ്റെ ചരിത്ര രേഖയാണിത്. നമുക്കറിയാം, ആത്മരൂപിയായ കർത്താവ് ജഡശരീരം സ്വീകരിച്ചു. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഉപേക്ഷിച്ചിട്ടല്ല. ദൈവത്വം ഉപേക്ഷിപ്പാൻ ദൈവത്തിന് കഴിയുകയില്ല. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയത്തില്ല. കാരണം തൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവത്വത്തെ ഉപേക്ഷിക്കുക സാധ്യമല്ല. എന്നാൽ ആ ദൈവത്വത്തോടൊപ്പം മനുഷ്യത്വവും കൂടെ അതിൻ്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തു സ്വീകരിച്ചു. അതിനെ വേദപുസ്തക ഭാഷ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെങ്കിൽ വേദശാസ്ത്ര ഭാഷയിൽ നമ്മൾ വിളിക്കാറുള്ളത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ്. നമ്മൾ ട്രിനിറ്റി, ത്രിയേകത്വത്തെപ്പറ്റി പഠിച്ച സമയത്ത് ക്രിസ്റ്റോളജിയിൽ, ക്രിസ്തുശാസ്ത്രത്തിൽ ഈ കാര്യം പഠിച്ചിരുന്നു. യേശുക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് പൂർണ്ണതയിൽ സമ്മേളിച്ചിരുന്നു. അതിനെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് വേദശാസ്ത്ര ഭാഷയിൽ പറയുന്നത്. സ്തോത്രം. ഈ ദൈവത്വത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പൂർണ്ണതയിലുള്ള യോജിപ്പ്,
ഇത് രണ്ടും ഒരുമിച്ച് യേശുക്രിസ്തുവിൽ പൂർണ്ണതയോടെ കാണപ്പെട്ട അവസ്ഥയാണ് ഈ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ചരിത്രമാണ് ഈ രണ്ട് വാക്യങ്ങൾ മാത്രമല്ല, 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ വിശദീകരണമാണ് അപ്പോസ്തലൻ നമുക്ക് തരുന്നത്. അതിൽ നമ്മൾ 14-15 വാക്യങ്ങളിൽ കാണുന്ന 4 പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു. അതിൽ യേശുക്രിസ്തു മനുഷ്യനുമായി ഒന്നായി തീർന്നതും, അല്ലെങ്കിൽ മനുഷ്യൻ്റേതുപോലെയുള്ള ജഡം ക്രിസ്തു സ്വീകരിച്ചതും, നമ്മളോട് സകലത്തിലും ഒരുമപ്പെട്ടതും താതാത്മ്യപ്പെട്ടതും. 3, അത് നിമിത്തം ക്രിസ്തു മരിച്ചത്, തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കിയത്, മരണഭീതിയിൽ നിന്നും നമ്മെ വിടുവിച്ചത് തുടങ്ങിയുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ആ വാക്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. യേശുക്രിസ്തു നമ്മുടേതുപോലെയുള്ള ജഡം സ്വീകരിച്ചത്. നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുമല്ലോ. നമ്മുടേത് പാപജഡവും യേശുക്രിസ്തുവിൻ്റേത് പാപജഡത്തിൻ്റെ സാദൃശ്യവുമായിരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മുടെ ശരീരവും ക്രിസ്തുവിൻ്റെ ശരീരവും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തു നമ്മെപ്പോലെയായി എന്ന് പറയുമ്പോൾ ഈ കാര്യം വിശേഷാൽ നമ്മൾ ഓർത്തോണം. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടു, യേശുക്രിസ്തു മരിച്ചു. ലിറ്ററലായി, അക്ഷരീകമായി യേശു മരിച്ചു. യേശു രക്തം ചിന്തി. അപ്പോൾ സാങ്കല്പികമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആൻ ഇമാജിനറി ഡെത്ത്. ഒരു സാങ്കല്പികമായ മരണമല്ല ക്രിസ്തുവിൻ്റേത്. കർത്താവിൻ്റേത് അക്ഷരീകമായ മരണമായിരുന്നു. യേശു ക്രിസ്തു പിടിക്കപ്പെട്ടു, അറസ്റ്റ് ചെയ്യപ്പെട്ടു. യേശു ക്രിസ്തു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ കയ്യഫാവിൻ്റെയും ഹന്നാസിൻ്റെയും യഹൂദ സുപ്രീം കോടതിയായ സൻഹദ്രീൻ സംഘത്തിൻ്റെയും അഥവാ ന്യായാധിപ സംഘം, ഇങ്ങനെ 3 മതകോടതികളിൽ വിസ്തരിക്കപ്പെട്ടു അക്ഷരീയമായി. പീലാത്തോസിന്റെ, ഹെരോദാവിൻ്റെയും സിവിൽ കോർട്ടുകളിലും 3 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു. അതിനുശേഷം ജനകീയ കോടതിയിലും പൊതുജനത്തിന് മുമ്പിലും കൊണ്ടുവന്ന് അവരെ കൊണ്ടെങ്കിലും ഒന്ന് പറയിപ്പിക്കാമെന്ന് പീലാത്തോസ് വിചാരിച്ചു. 3 പ്രാവശ്യം ജനകീയ കോടതിയുടെ മുമ്പിലും യേശുവിനെ വിസ്തരിച്ചത് നമുക്ക് ലൂക്കോസ് 23-ാം അധ്യായത്തിൽ നിന്ന് കാണാം. അങ്ങനെയാണ് കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ പറഞ്ഞത് 6 കോടതികളിലായി 9 പ്രാവശ്യം വിസ്തരിക്കപ്പെട്ടു എന്ന്. നമ്മളെ കാര്യം അന്ന് പറഞ്ഞിരുന്നുവല്ലോ. എല്ലാം അക്ഷരീയമായിട്ടായിരുന്നു. ഒടുവിൽ യേശു ക്രിസ്തുവിനെ അടിച്ചു, ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചു. എത്ര അടിച്ചെന്ന് നമുക്കറിയില്ല. 1 കുറയെ 40 എന്ന കണക്ക് ശരിയല്ലെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആർക്കും ഓർമ്മ പെശകില്ലായിരിക്കുമല്ലോ. ഉണ്ടെങ്കിലും ചോദിച്ചോണേ, ഇല്ലെങ്കിൽ അങ്ങ് പറഞ്ഞേക്കാം. യഹൂദനെ അടിക്കുന്ന ചാട്ടവാറോ കോലുകൊണ്ടുള്ള അടിയോ ആണ് 40 തികച്ചടിക്കരുതെന്ന ന്യായപ്രമാണം. അഥവാ മോശയുടെ ന്യായപ്രമാണം വെച്ചുകൊണ്ട്
ഒരു യഹൂദനെ യഹൂദൻ അടിച്ചാൽ 1 കുറയെ 40 എന്ന പ്രമാണമുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ ചാട്ടയ്ക്കടിച്ചത് യഹൂദ ന്യായപ്രമാണം അനുസരിച്ചല്ല, റോമൻ നിയമം അനുസരിച്ച. റോമക്കാർക്ക് ഇങ്ങനെ ഒരു നിയമം ഇല്ല. അതുകൊണ്ട് 1 കുറയെ 40 അടി എന്ന കണക്ക് നമ്മൾ പാരമ്പര്യമായി യേശുവിൻ്റെ ചാട്ടവാറടിയെപ്പറ്റി പറയുന്നത് ശരിയായതല്ല. എന്നാൽ പൗലോസിനെ യഹൂദന്മാർ അടിച്ച കാര്യം ശരിയാ. 2 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് തൻ്റെ കഷ്ടാനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, 5 പ്രാവശ്യം കോലിനടി കൊണ്ടു 1 കുറയെ 40 വെച്ചെന്ന്. കാരണം യഹൂദന്മാരാ യഹൂദനായ പൗലോസിനെ അടിച്ചത്. എന്നാൽ യേശുക്രിസ്തുവിനെ വസ്ത്രമുരിഞ്ഞ് ചാട്ടവാറിനടിച്ചു. അക്ഷരികമായിട്ട് അടിച്ചത്. യേശുവിൻ്റെ രക്തം ഒഴുകി അക്ഷരികമായിട്ടാണ്. യേശുവിനെ കുരിശ് തോളിൽ വെച്ച് കെട്ടി ഗോൽഗോഥ അല്ലെങ്കിൽ കാൽവറിയിലേക്ക് നടത്തി അക്ഷരികമായിട്ടാണ്. അവിടെയും യേശുവിനെ ക്രൂശിച്ചു. ഏറ്റവും ഒടുവിൽ മരിച്ചു കഴിഞ്ഞിട്ടും അവർ വിട്ടില്ല. തിരുവെഴുത്തുകൾ പൂർണ്ണമാകേണ്ടതിന് അവന്റെ വിലാപ്പുറത്ത് കുത്തി, രക്തവും വെള്ളവും ചാടി. യഹൂദൻ ഉൾപ്പെടെയുള്ള പല സമുദായക്കാരും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ അക്ഷരീയമായി അംഗീകരിക്കുന്നില്ല. യഹൂദനും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ. എന്നാൽ അവർ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക ദിവസമുണ്ട്. അതാണ് നമ്മൾ വെളിപ്പാട് 1-ന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത്. നമ്മുടെ കർത്താവ് മേഘാരൂഢനായി തൻ്റെ സകല വിശുദ്ധന്മാരുമൊത്ത് സ്വർഗാരോഹണം ചെയ്ത അതേ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന സമയം. കഴിഞ്ഞ ഏതാണ്ട് 7 വർഷത്തോളമായി എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ വീർപ്പുമുട്ടുന്ന, പലരും രക്തസാക്ഷികളായി തീരേണ്ടി വന്ന, ഇപ്പോൾ കുറേയേറെ പേർ ഒളിച്ചു പാർക്കുന്ന ആ യഹൂദ സമൂഹം അവരെങ്ങനെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി നെടുവീർപ്പിടുമ്പോൾ ഇതാ ഒരുവൻ മശിഹയായി വരുന്നു. നേരത്തെ ഒരുത്തൻ വന്നു, അബദ്ധം പറ്റിയതാണ്, ഇനിയും അബദ്ധം പറ്റരുത്. അതുകൊണ്ട് അവർ അടയാളം അന്വേഷിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാര് വരുത്തിവെച്ച ചൂടടയാളങ്ങൾ ഉള്ള ഒരുവൻ, അവർക്കടയാളമായിട്ട് 5 മുറിവുകൾ ഉണ്ടെങ്കിലും 5 മുറിവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അടയാളമായിരിക്കുന്ന മുറിവാണ് വിലാപ്പുറത്തെ കുത്ത്, ദ പിയേഴ്സ്ഡ് സൈഡ്. സഖരിയാവ് പ്രവചിച്ചതുപോലെ അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. സ്തോത്രം. ആ പ്രവചന നിവൃത്തി ആകേണ്ടതിനാണ് മരിച്ചു കഴിഞ്ഞിട്ടും യേശുവിൻ്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുവാൻ ദൈവം അനുവദിച്ചത്. ഈ 5 മുറിവുകൾ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ മായാതെ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണം അക്ഷരീയമായിരുന്നു എന്ന് പറയാനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അക്ഷരീയമായിരുന്നില്ല എന്ന് പറയുന്നവർക്കും കൂടെ അടയാളമാണ് യേശുവിന്റെ ശരീരത്തിലുള്ള 5 മുറിവുകൾ. നമ്മൾ തിരുവത്താഴത്തിനും പാടാറുണ്ട്, പഞ്ചകായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ. സ്തോത്രം. നെഞ്ചമതിൽ ചഞ്ചലങ്ങളൊന്നും വേണ്ട, പഞ്ചമുറിവേറ്റനാഥൻ തഞ്ചമേകീടും എനിക്കായി കരുതാമെന്നുരച്ചവനെ എന്ന പാട്ടിനകത്ത് നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. അപ്പോൾ യേശുവിന്റെ മരണം അക്ഷരീയമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിനാൽ നമുക്കുണ്ടായ 2 പ്രധാനപ്പെട്ട പ്രയോജനങ്ങൾ, അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. അതായിരുന്നു മരണഭീതിയിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. സ്തോത്രം. യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ നമുക്ക് മരണഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകി. നമ്മൾ ഏതാണ്ട് 8ഓളം കാര്യങ്ങൾ മരണഭയത്തിനുള്ള കാരണങ്ങളായും ഏതാണ്ട് അത്രയും തന്നെ കാര്യങ്ങൾ മരണഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ എന്തുകൊണ്ട് ലഭിച്ചു, അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്ന് നമുക്ക് മരണഭയം എന്തുകൊണ്ടില്ല എന്നതിനെ സംബന്ധിച്ചും പഠിക്കുകയുണ്ടായി. 8ഉം 8ഉമാണെന്നാണ് എൻ്റെ ഓർമ്മ. 8 9. ഓക്കെ, 8ഉം 9ഉമായിട്ട് നമ്മൾ പഠിച്ചു. സ്തോത്രം. അതിൻ്റെ കൂടെ നിങ്ങൾക്കും കൂട്ടിച്ചേർക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും വേദപുസ്തക പഠനത്തിലുമൊക്കെ മനസ്സിലാകുന്നെങ്കിൽ ആ കൂട്ടത്തിൽ ചേർക്കാം. എന്നോടും കൂടെ പറഞ്ഞാൽ എനിക്കും കൂടെ അത് പ്രയോജനമായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഇല്ല എന്ന് മൗനത്താൽ മനസ്സിലാക്കുന്നു. എങ്കിൽ നമുക്ക് ആ വാക്യങ്ങളിൽ പറയുന്ന മറ്റൊരു കാര്യവും കൂടെ നോക്കാം. അതാണ് യേശുക്രിസ്തു തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്ന, അല്ലെങ്കിൽ മരണാധികാരി എന്ന് വിളിക്കപ്പെടുന്ന പിശാചിനെ നീക്കി. ക്രിസ്തു തൻ്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി. അവിടെ 2 കാര്യങ്ങൾ നമുക്ക് നോക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാനായിട്ടുണ്ട്. മരണാധികാരിയായ പിശാച്, അല്ലെങ്കിൽ മരണാധികാരിയായിരുന്ന, ആയ എന്ന് പറയുന്നതിനേക്കാൾ ആയിരുന്ന പിശാച്. 2, അവനെ നീക്കി. ഈ 2 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ക്രിസ്തു തൻ്റെ മരണത്താൽ മരണാധികാരിയായ, ബൈബിൾ എഴുതിയിരിക്കുന്നത് ആയ എന്നാണ്, ആയ, നമ്മൾ പാട്ട് പാടുന്നത് ആയിരുന്ന എന്ന പിശാചിനെ നീക്കി. അപ്പോൾ അവിടെ നിന്നും ഒരു കാര്യം ഉറപ്പാണ്, മരണത്തിൻ്റെ മേൽ ഇപ്പോൾ ആർക്ക് അധികാരമില്ല? പിശാചിന്. പിശാചിന് ഇപ്പോൾ മരണത്തിൻ്റെ മേൽ അധികാരമില്ല എന്ന് ആ വാക്യത്തിൽ നിന്നും വ്യക്തമാണ്.
എന്നാൽ അവൻ മരണാധികാരിയായിരുന്നു എന്ന ഒരു ധ്വനിയും അവിടെ നിന്നും ലഭിക്കുന്നു. അപ്പോൾ ചോദ്യം പൊതുവെ വരുന്നത്, പിശാചിന് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനു മുമ്പ് മനുഷ്യനെ കൊല്ലാൻ കഴിയുമായിരുന്നുവോ? അവനെ മരണാധികാരി എന്ന് വിളിക്കാനുള്ള കാരണമെന്ത്? അത് എത്രമാത്രം ശരിയാണ്? എടുത്തു പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പും ഈ വിഷയത്തെ നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വാക്യത്തിൽ വന്നതുകൊണ്ട് ഒന്ന് ഓടിച്ചു പറഞ്ഞു വിടുന്നു എന്നേ ഉള്ളൂ. പലരുടെയും ചോദ്യവും ഭയവും ഇപ്പോഴും പിശാചിന് മരണം വരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ചിലരെയൊക്കെ സാത്താൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിലും ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ഇടയിൽ, നമ്മുടെ ഗ്രൂപ്പിലെന്നല്ല, നമ്മുടെ ഇടയിൽ. എന്തേ പിശാചിന് ആരെയെങ്കിലും കൊല്ലാൻ സാധിക്കുമോ? നമുക്ക് ഉത്തരം അറിയാം, പറ്റില്ല എന്നുള്ളത്. മരണത്തിൻ്റെയും ജീവന്റെയും അധികാരം നമ്മുടെ കർത്താവിനുള്ളതാണ്. ദൈവമാണ് മരണത്തിൻ്റെയും ജീവന്റെയും അധികാരി. കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, കുറച്ചുകൂടെ കൃത്യതയോടെ പറഞ്ഞാൽ, യേശുക്രിസ്തുവാണ് ആ അവകാശവാദം ഉന്നയിക്കുന്നത്. നമ്മൾ പഠിച്ചതാണെങ്കിൽ കൂടെ ഒന്ന് വായിച്ചു വിടുന്നത് നന്നായിരിക്കുമല്ലോ. അറിയാവുന്ന വാക്യവുമായിരിക്കും എങ്കിലും വെളിപ്പാട് പുസ്തകം 1:17 വാക്യം, റെവലേഷൻ 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. പ്രൈസ് ഗോഡ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പത്മോസിൽ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രൂപം കണ്ട് യേശുക്രിസ്തുവിന്റെ കായ പ്രദർശനത്തിന്റെ മുമ്പിൽ സ്തബ്ധനായി മരിച്ചവനെ പോലെ കാൽക്കൽ വീണ യോഹന്നാനോട് കർത്താവ് പറഞ്ഞതും ചെയ്തതുമായ കാര്യമാണിവിടെ. മരിച്ചവനെ പോലെ തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ കാൽക്കൽ വീണ സാഷ്ടാംഗം പ്രണമിച്ച യോഹന്നാന്റെ മേൽ കർത്താവ് തന്റെ കൈ വെച്ചു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു, എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആരാ? ആദ്യനും അന്ത്യനും. നമുക്ക് ആ കാര്യം അങ്ങ് വിടാം. പിന്നെ പറഞ്ഞു, ഞാൻ ആരായിരുന്നു? ഡെഡ്. ഐ വാസ് ഡെഡ്. ഞാൻ മരിച്ചവനായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഐ ആം അലൈവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജീവിച്ചിരിക്കുന്നു. എത്ര കാലത്തേക്ക്? ഫോറെവർമോർ. എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നാലും യോഹന്നാന്റെ ഭീതി മാറത്തില്ല. അങ്ങ് ജീവിച്ചിരിക്കുന്നു, ആയിക്കോട്ടെ. അടുത്ത വാക്യത്തിൽ അതുകൊണ്ട് പറഞ്ഞു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ
എൻ്റെ കൈവശമാണ്. എന്ന് വെച്ചാൽ the very authority of death and life, it is bestowed upon me. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറയുകയാണ്, ഞാനാണ് മരണത്തിൻ്റെയും ജീവന്റെയും അധികാരി. അത് എൻ്റെ പക്കലാണ്, സാത്താനല്ല. അതുകൊണ്ട് സാത്താൻ എത്ര നമ്മെ വെല്ലുവിളിച്ച് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാലും ഡേറ്റ് പറഞ്ഞ് അവൻ നമ്മളോട് മരണഭീതി മുഴക്കിയാലും ഭയപ്പെടണ്ട കേട്ടോ, ഒട്ടും ഭയപ്പെടണ്ട. ചിലരൊക്കെ ഉണ്ട് മുമ്പിൽ ഈ പുറംപൂച്ചിൽ നിന്നുകൊണ്ട് അന്ന് നടക്കത്തില്ലെന്നൊക്കെ പറയും, പക്ഷെ അകത്ത് പേടിയാ. വേണ്ട, അകത്തും പുറത്തും നാം അവനെ പേടിക്കണ്ട. അതുകൊണ്ടാണ് നമ്മൾ വളരെ പഴയ ആ പാട്ടിനകത്ത് പാടുന്നത്, മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യുഭീതി തീർത്തനാഥനെ. അതുപോലെ യേശുക്രിസ്തു ഉയർത്തി ജീവിക്കുന്നു എന്ന പാട്ടിനകത്ത് കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതിനാൽ ഇനി തെല്ലും ഭയമന്യേ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. അപ്പോൾ ഇന്ന് ദൈവമക്കളുടെയോ ദൈവമക്കളല്ലാത്തവരുടെയോ ജീവിതത്തിലേക്ക് മരണത്തെ പറഞ്ഞുവിടാൻ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊല്ലാനുള്ള അധികാരം പിശാചിനോ ദുരാത്മാക്കൾക്കോ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ ആർക്കും ഇല്ല. No Satan, satanic angels, that means evil spirits, or any person who practices anything with satanic and evil spirits powers can bring death to anyone. No power can. No power can. ഇങ്ങനെയുള്ള യാതൊരു ശക്തികൾക്കും രക്ഷിക്കപ്പെട്ടവന്റെയോ അല്ലാത്തവന്റെയോ ജീവിതത്തിലേക്ക് മരണം കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം ദൈവമാണ്, അല്ല, കുറച്ചും കൂടെ വ്യക്തതയോടെ പറഞ്ഞാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനാണ് മരണത്തിൻ്റെ മേലും ജീവന്റെ മേലും അധികാരം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ശക്തികളെയോ വ്യക്തികളെയോ വെല്ലുവിളികളെയോ നാം ഭയപ്പെടേണ്ടതില്ല. അവയ്ക്കൊന്നിനും നമ്മെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്തോത്രം. അതിപ്പോഴത്തെ കാര്യം. അതിൽ നമുക്കാർക്കും സംശയം ഉണ്ടാവില്ലെന്നാണ് കരുതുന്നത്. എന്നാൽ മുമ്പ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുൻപ് പിശാചായിരുന്നുവോ മരണാധികാരി? ഇവിടെ അങ്ങനെ പറയുന്നു അല്ലേ, മരണാധികാരിയായ പിശാചിനെ. അല്ല, ഇയ്യോബിന്റെ ഇടയ്ക്കിപ്പോ ദൈവം പറയുന്നുണ്ടല്ലോ, അവന്റെ ജീവനെ മാത്രം തുടരുത്. അതെ. അപ്പോൾ അതിൽ നിന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താ? പിശാചന് ജീവനെ എടുക്കാൻ അധികാരം ഉണ്ടായിരുന്നു അന്ന്
ഇല്ല, ഇല്ലയോ? ഇല്ല. ഇല്ലാഞ്ഞതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചത്. ആ കർത്താവ് ഇയ്യോബിനെ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കായിരുന്നു. ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുതെന്ന് ബൗണ്ടറി വെക്കുകയാണ് കർത്താവ് ചെയ്തത്. അല്ല, അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അധികാരപ്പെടുത്തിയില്ലായിരുന്നു, ബൗണ്ടറി വെച്ചില്ലായിരുന്നെങ്കിൽ. എന്തുകൊണ്ട്? ദൈവമാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതെ, കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. അപ്പോൾ മരണത്തിന്മേൽ ആദ്യത്തെ, അധികാരവും ദൈവത്തിനാ. അതെ, പിശാചിനില്ല. പിശാചിനുള്ള അധികാരങ്ങളെല്ലാം ഓൺലി ഗിവൺ അതോറിറ്റീസ്, നൽകപ്പെടുന്ന, പെർമിറ്റ് ചെയ്യപ്പെടുന്ന, അനുവാദം കൊടുക്കുന്ന അത്രേ ഉള്ളൂ. ആദ്യത്തെ പ്രാവശ്യം കർത്താവിന്റെ അടുക്കൽ ചെന്ന് സാത്താൻ പറഞ്ഞത് ഇയ്യോബിന്റെ വിഷയത്തിൽ, നീ മൊത്തം വേലി കെട്ടിയിരിക്കുകയാണല്ലോ. അപ്പോഴാ ദൈവം പറഞ്ഞ്, ദാ വേലിയൊക്കെ പൊളിച്ചു തരുന്നു, നീ പോ, ഇഷ്ടമുള്ള പോലെ ചെയ്തോ. അപ്പോൾ പറഞ്ഞു, അവനെ മാത്രം തുടരുത്, അവന്റെ ശരീരത്തെ. അവൻ ആദ്യം പോയി മക്കൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെ കൊന്നു. അവിടെ അവന്റെ ശരീരത്തെ മാത്രം തൊടാൻ അനുവാദം കൊടുത്തില്ലാഞ്ഞതുകൊണ്ട് അവന്റെ മക്കളുടെ മേൽ പോലും മരണം വിതയ്ക്കാനുള്ള സ്വാതന്ത്ര്യം, അനുവാദം ദൈവം കൊടുത്തതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ മക്കൾ മാത്രമല്ല, ദാസീദാസന്മാരിലും പലരും മരിച്ചു. അവന്റെ സമ്പത്തുകളെ പലതിനെയും കൊന്നു, നഷ്ടപ്പെടുത്തി. പെർമിറ്റഡ് അതോറിറ്റി മാത്രം. എന്നാൽ ഇയ്യോബിന്റെ ശരീരത്തെ തൊടാതിരിക്കാൻ ദൈവം കൽപ്പിച്ചു. രണ്ടാം പ്രാവശ്യം പക്ഷെ അവൻ പാപം ചെയ്യാതിരുന്നപ്പം പിന്നെയും വന്നിട്ട് പറഞ്ഞു, സമ്പത്ത് പോയാൽ പോട്ടെ, ആരോഗ്യ വിഷയത്തിൽ ശരീരത്തെ ഒന്ന് തൊട്ട് നോക്ക, ത്യജിച്ചു പറയും. അപ്പോഴേ പറഞ്ഞു, ഇതാ തന്നിരിക്കുന്നു, ഇയ്യോബിനെയും നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, പക്ഷെ അവന്റെ ജീവനെ, പ്രാണനെ തൊടരുത്. അങ്ങനെ ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു ബൗണ്ടറി വെച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഇയ്യോബിനെ കൊന്നുതള്ളാൻ അവൻ ഒരിക്കലും മടിക്കില്ലായിരുന്നു. അവനിൽ തന്നെ അതിനുള്ള സ്വാതന്ത്ര്യമോ അധികാരമോ ഇല്ല. പെർമിഷൻ, റൈറ്റ്? വിത്ത് പെർമിഷൻ ഹി ക്യാൻ. ഓക്കെ. അത് ഇന്നും ആകാം, അത് ഇന്നും ആകാം, അത് അന്നും ഇന്നും അങ്ങനെ തന്നെ. പക്ഷെ ഒരു സംശയം, ഈ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് എങ്ങനെയാണ് അവര് വരിക്കുന്നത്? അതെ, സൂയിസൈഡൽ സ്പിരിറ്റ് ഈ സാത്താന്യമായ സ്പിരിറ്റാണ്. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട്, ബൈബിളിൽ പലതുണ്ട്, പഴയ നിയമത്തിലും പല സൂയിസൈഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് യൂദായുടെ കേസിലാണ്. യൂദായിൽ സാത്താൻ കടന്നു, എന്നിട്ടത് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്നത് കൊണ്ട് ഒതുങ്ങിയില്ല. അവനെ സൂയിസൈഡ് ചെയ്യുന്നതിലേക്ക്, ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് വരെ അത് നയിച്ചു. അവനെ നശിപ്പിക്കുന്നത് വരെ ആ പൈശാചിക ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അത് ദൈവം കൈവിട്ട, ഏൽപ്പിച്ചു കൊടുത്ത കേസാണ്. അങ്ങനെയുള്ളതാണ് ഇന്നും സൂയിസൈഡലായിട്ട് വരുന്നത്. അതാ നമ്മൾ പറഞ്ഞത്, കർത്താവ് അനുവദിച്ചു കൊടുക്കുന്ന വിഷയങ്ങളിൽ അങ്ങനെ സംഭവിക്കും, വ്യക്തികളോടുള്ള ബന്ധത്തിൽ. അല്ലാത്തിടത്ത് അവന്റെ സ്വാതന്ത്ര്യത്തിന് കയറി ആരെയും കൊല്ലാൻ ഒരു തരത്തിലും അനുവാദമില്ല. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിച്ചൊക്കെ കൊല്ലുന്നുണ്ടല്ലോ പാസ്റ്റർ. എങ്ങനെ പീഡിപ്പിച്ചു കൊല്ലുന്നേ?
കുഞ്ഞുങ്ങളെയൊക്കെ എത്ര പേരെ കൊല്ലുന്ന വളരെ ദാരുണമായിട്ട് ചുറ്റും 10, 2, 3, 4 വയസ്സുള്ളവരെ കൊല്ലുന്നുണ്ട്. എന്തോ കൊലപാതകോ? ആ അത് കുഞ്ഞുങ്ങളെ മാത്രമല്ലല്ലോ, വലിയവരെയും കൊല്ലുന്നുണ്ടല്ലോ കൊലപാതകം. അത് ദൈവം അനുവദിച്ചിട്ടാ. അതെ, തീർച്ചയായിട്ടും ദൈവം അനുവദിക്കാതെ എന്ത് നടക്കും? ഇന്നും ഇന്നലെ ഞങ്ങൾ 1-2 ദൈവദാസന്മാരിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു പാസ്റ്റർ പറയായിരുന്നു, ഐ ബിലീവ് ഇൻ ദ സോവറിറ്റി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ പരമാധികാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അതെ, പരമാധികാരിയായ ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ ലോകത്തിൽ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിന്റെ ഇഷ്ടം വേറെ, അനുവാദം വേറെ. അത് നമ്മൾ തിരിച്ച് മനസ്സിലാക്കിക്കോണം. ഇറ്റ്സ് നോട്ട് ഗോഡ്സ് വിൽ that these things should happen in this manner. That's not God's will. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഹിതമാണെന്ന് ആരും കരുതരുത്. ദൈവഹിതമല്ല. എന്നാൽ ദൈവം അവയൊക്കെ അനുവദിക്കുന്നു. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ എന്തോ? ഇയ്യോബ് ഇത് പറഞ്ഞപ്പോ ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഇയ്യോബിന്റെ ഭാര്യയെ എന്തുകൊണ്ട് തൊട്ടില്ല? മുന്നോട്ടുള്ള ദൈവത്തിന്റെ പർപ്പസിൽ പെട്ടതായതുകൊണ്ടായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. അതിനോണ്ടാണ് ഭാര്യയെ ഒന്നും ചെയ്യാഞ്ഞതുകൊണ്ടാ ഭാര്യയെ കൊണ്ട് ഇയ്യോബിനെ വേദനിപ്പിച്ചത്. നീ ഇപ്പോഴും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് പോയി മരിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവളിലും ഇയ്യോബിന്റെ സ്നേഹിതന്മാരിലും അവരെ കൊണ്ടുമൊക്കെ ഇയ്യോബിനെ വേദനിപ്പിക്കാനും പ്രവോക്ക് ചെയ്യിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു. അതിൻ്റെ എല്ലാം പിൻപിൽ ഈ ശക്തിയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. ലോകത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദപ്രകാരമായ ഹിതപ്രകാരമല്ല. കൊലപാതകങ്ങൾ നടക്കുന്നതും യുദ്ധങ്ങൾ നടക്കുന്നതും അതിനിപ്പോ അമേരിക്കയായാലും ഇസ്രായേലായാലും ദൈവത്തിൻ്റെ അനുവാദത്തിൽ പെടുമെന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രസാദകരമായ ഹിതത്തിൽപ്പെടുന്നതല്ല. അവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കൊലപാതകങ്ങളായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും പാപത്തിൻ്റെ പൊതുവായ പരിണിത ഫലത്തിൽപ്പെടുന്നതാണ്. പാപത്തിന് നമ്മൾ പറയും ആ കുഞ്ഞുങ്ങൾ എന്ത് പഴച്ചു. ശരിയാ, ആ കുഞ്ഞുങ്ങൾ വ്യക്തിപരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ പാപത്തിൻ്റെ ഒരു കോമൺ ഇഫക്റ്റ് ഉണ്ട്, പൊതുവായ പരിണിത ഫലമുണ്ട് പാപത്തിൻ്റെ. അത് ആണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഈ വിധ സംഭവങ്ങളെല്ലാം തന്നെ. അപ്പോൾ പൊതുവായ പാപത്തിൻ്റെ, കാരണം ലോകം മുഴുവനും പാപത്തിൻ്റെ കീഴിൽ എന്ന നിലയിൽ. അതാണ് നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നു, എടുത്തെങ്കിൽ ഒന്നും കൂടെ വായിച്ചത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും വായിച്ചതാണ്. റോമൻസ് 8:18-19. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മുമ്പോട്ട് അടുത്തത്. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള
ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കേൾക്കണേ, മനഃപൂർവമായിട്ടല്ല, ആ. അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. കണ്ടോ? സകല സൃഷ്ടിയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ദ്രവത്വത്തിന്റെ ദാസ്യത്തിനും മായയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവമായിട്ട് അല്ല, പിന്നെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. That is the effect of common sin. Because of the sin, God made the entire creation subjected to the slavery of decay, corruptibility, and futility. So it's the effect of sin. What is happening today? Because of human sin, it is permitted. But it's not what God pleases to have. ദൈവം പ്രസാദിക്കുന്ന ഹിതമല്ല. പക്ഷേ മനുഷ്യന്റെ പാപം നിമിത്തം ഇങ്ങനെ ദൈവം ഇവയെ മുഴുവനും, സൃഷ്ടിയെ, പ്രപഞ്ചത്തെ ഈ പാപത്തിന്റെ പരിണിത ഫലത്തിൽ കീഴ്പ്പെടുത്തിക്കൊടുത്തിരിക്കുക. ഇപ്പൊ സാത്താനും ഇങ്ങനെ കൊടുക്കുന്ന അധികാരമുണ്ട്. യോബിന്റെ വിഷയത്തിലേതുപോലെ, യൂദായുടെ വിഷയത്തിലേതുപോലെ. യൂദ തന്നെ തന്നെ ഈ പിശാചിന് വിധേയപ്പെടുത്തി കൊടുത്തതുകൊണ്ട് ആ സ്വാതന്ത്ര്യം അവന് ലഭിച്ചു. എന്നാൽ യോബിന്റെ വിഷയത്തിൽ ദൈവമാണ്, യൂദായെ പോലെ യോബ് തന്നെ തന്നെ പിശാചിന് പാപം നിമിത്തം കീഴ്പ്പെടുത്തി കൊടുത്തതായിരുന്നെങ്കിൽ സാത്താൻ അവന്റെ ഇഷ്ടമനുസരിച്ച് ഇയ്യോബിനെ നശിപ്പിച്ചേനെ. എന്നാൽ ഇയ്യോബിന്റെ വിഷയത്തിൽ ദൈവമാണ് ഇയ്യോബിനെ പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. അതുകൊണ്ട് അതിന് സമയത്തിന്റെ പരിധി ഉണ്ടായിരുന്നു. സാത്താന് പ്രവർത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളുടെയും പരിധി ഉണ്ടായിരുന്നു. Got it? It was God who gave Job to the hands of the devil. And therefore, that God had limited Satan with time and power. ഇയ്യോബിന്റെ പാപം നിമിത്തം പിശാചിന് ഇയ്യോബിന്റെ മേൽ അവകാശം കിട്ടിയതായിരുന്നില്ല. ദൈവത്തിന്റെ കോൺഫിഡൻസ് നിമിത്തം, ദൈവത്തിന് ഇയ്യോബിന്റെ മേൽ ഉണ്ടായ വിശ്വാസം. നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, we have faith in God, that is not enough. But God should have faith in us, as in the case of Job. നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായ പോരാ, ദൈവത്തിന് നമ്മിലും കൂടെ വിശ്വാസം വേണം. ഇയ്യോബിന്റെ വിഷയത്തിൽ ഉണ്ടായതുപോലെ ഉറപ്പ് വേണം, കോൺഫിഡൻസ് വേണം. അപ്പോൾ ദൈവത്തിന് ഇയ്യോബിന്റെ മേലുണ്ടായിരുന്ന ഉറപ്പ് നിമിത്തം, വിശ്വാസം നിമിത്തം പിശാചിനെ, അല്ലെങ്കിൽ പിശാചിന് ഇയ്യോബിന്റെ മേലൊരു സ്വാതന്ത്ര്യം കൊടുത്തതാണ്. അതുകൊണ്ട് സമയം നിശ്ചയിച്ചു, എന്തുമാത്രം ചെയ്യാം എന്നും കൂടെ. സ്തോത്രം.
എന്തുമാത്രം ചെയ്യാമെന്നും കൂടെ. പക്ഷേ യൂദ നേരെ തിരിച്ചായിരുന്നു. അവൻ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ താക്കീതുകളെ അവഗണിച്ച് സാത്താന് തന്നെ തന്നെ ഇങ്ങനെ വിധേയപ്പെടുത്തി കൊടുത്തത് കൊണ്ട് സാത്താൻ സമ്പൂർണമായും അവനെ അങ്ങ് നിയന്ത്രിച്ചു, മരണത്തിലേക്ക് നയിച്ചു. ദൈവവും അവനെ അതുകൊണ്ട് കൈവിട്ടു. എന്നാൽ ഇയ്യോബിന്റെ വിഷയത്തിൽ ദൈവം അവനെ കൈവിട്ടില്ല. അതുപോലെ ഇന്നും ദൈവത്തിന് ഉറപ്പുള്ള, എന്നെ ത്യജിച്ച് കളയത്തില്ല, എന്നെ പരാജയപ്പെടുത്തത്തില്ല എന്ന് ഉറപ്പുള്ള ഭക്തന്മാരെ ഇയ്യോബിൻ്റേതുപോലെ സാത്താന്റെ കൈകളിൽ ഏൽപ്പിച്ചേക്കാം. അവർ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോയില്ല. അവരെ കൊല്ലാനോ അവരുടെ പ്രാണന് ക്ഷതം വരുത്താനോ സാത്താൻ അനുവാദവും ഉണ്ടാവില്ല. ഇപ്പം മെന്റൽ ഇല്ലൻസിനെ കുറിച്ച്, മാനസികമായ പ്രയാസങ്ങൾ ദൈവമക്കൾക്കൊക്കെ വരുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കൂടാതെ മുമ്പേ സൂയിസൈഡ്സിന്റെ, ആത്മഹത്യകളുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രയാസമുണ്ട്. ദൈവദാസന്മാർ, ശുശ്രൂഷകന്മാർ, പാസ്റ്റേഴ്സിൽ പോലും ചിലർ ആത്മഹത്യ ചെയ്ത വിഷയങ്ങൾ നമുക്കറിയാം. ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഭക്തരായിട്ട് ജീവിച്ച, വളരെ ഭക്തരെന്ന് പറഞ്ഞാൽ വളരെ ഭക്തന്മാരായിട്ട് ജീവിച്ച, അല്ലെ വളരെ ഭക്തന്മാരെന്ന് മറ്റുള്ളവർ സാക്ഷ്യം കൊടുത്ത പ്രിയപ്പെട്ടവർ പോലും ആത്മഹത്യ ചെയ്തതായി എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമായിരിക്കും. ഈ അടുത്തിടയ്ക്ക് ഒന്നിലധികം പാസ്റ്റേഴ്സിന്റെ ആത്മഹത്യകളെ കുറിച്ചും നമ്മൾ കേട്ടു, കണ്ടു, വായിച്ചു. അപ്പോൾ ചോദ്യം വരുന്നത്, ഇവരെയും ഇങ്ങനെ പിശാച് ബാധിച്ച് കൈവിടുമോ എന്നുള്ളതാണ്. തീർച്ചയായും എന്നേ നമുക്ക് പറയാൻ പറ്റൂ. ഒരു ദിവസം കൊണ്ടായിരിക്കില്ല അത്. യൂദായുടെ കാര്യം പറഞ്ഞതുപോലെ ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ശുശ്രൂഷകന്മാർ, പാസ്റ്റേഴ്സ്, ദൈവമക്കളെന്ന് പറയപ്പെടുന്നവർ, അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്, താക്കീതുകൾ നൽകിയിട്ടുണ്ട്, അവർക്ക് ദൈവത്തിങ്കലേക്ക് വരാനുള്ള വലിയ വാതിലുകളും തുറന്നിട്ടിട്ടുണ്ട്. ഡിപ്രഷൻ, frustration, these things have no place in the life of a true Christian, whatever be the circumstances. സാഹചര്യങ്ങൾ എന്തായാലും, ഡിപ്രഷൻ, വിഷാദം, ആങ്സൈറ്റി, ഇതിനൊന്നിനും ഒരു യഥാർത്ഥ ദൈവഭക്തന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. എന്ത് സാഹചര്യങ്ങളായാലും. കാരണം മുമ്പ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മതി. സിംപ്ലി we believe and trust in the sovereignty of God, we will not be moved whatever happen in our lives. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ശരി, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നാം ഒന്നിനും നിരാശപ്പെട്ടു പോകത്തില്ല.
അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു ഡിപ്രഷന്റെ സ്ഥിതിയിലേക്ക് നമ്മൾ വീഴത്തില്ല, വിഷാദത്തിലേക്ക് നമ്മൾ വീണു പോകില്ല. പിന്നെയും അങ്ങനെ വീഴുന്നെങ്കിൽ ക്രമീകരണങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഞാൻ അതും കൂടെ പറയാം. When somebody reject medical help or asks to stop medical support anymore, come under suicide. അതും ഈ പറഞ്ഞതുപോലെ ഒരു മാനസിക രോഗി മരുന്ന് വേണ്ട, എനിക്ക് മെഡിക്കേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. സുബോധത്തോടെ ഇരിക്കുന്ന ഒരാൾ ദൈവത്തിങ്കലുള്ള ആശ്രയത്താൽ എനിക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണ്ടെന്ന് പറയുന്നത് വേറെ കാര്യം. അതേസമയം ഒരു മാനസിക രോഗി പറയുകയാണ് എനിക്ക് മരുന്ന് വേണ്ട, എനിക്ക് അസുഖം ഇല്ലെന്ന് പറഞ്ഞാൽ അത് അസുഖത്തിന്റെ തന്നെ ലക്ഷണമാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും മാനസിക രോഗത്തിൽ കഴിയുന്ന ഒരാളിൻ്റെ ഉത്തരവാദിത്വം സുബോധമുള്ള ഒരാളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിന് വിടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും വേദപുസ്തക പ്രകാരം ഞാൻ എൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും കണ്ടിട്ടുള്ളത്. ഇതിന് തൊട്ട് മുമ്പ്, നമ്മുടെ ക്ലാസ്സിന് തൊട്ട് മുമ്പ് ഹിന്ദി ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. മാനസിക രോഗം മൂർച്ഛിച്ച് ദിവസങ്ങളോളം ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ, വീട്ടുകാരെ പോലും തിരിച്ചറിയാതെ മാനസിക രോഗ ആശുപത്രികളിൽ തുടർമാനം ചികിത്സ ചെയ്ത് ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഇട്ടിരുന്ന ഒരാളാണ്. രക്ഷിക്കപ്പെട്ടയാളായിരുന്നില്ല. അവരുടെ വീട്ടുകാർ പതിയെ വിശ്വാസത്തിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു 40 ദിവസം ഉപവാസം നടക്കുന്ന സമയത്ത് ഈ കുടുംബത്തിലെ ആൾക്കാർ ഈ ആളിനെയും കൊണ്ടുവന്നു. ആർക്ക് വേണേലും സഭാ ഹാളിൽ വരാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിച്ചു. 40 ദിവസം ഉപവാസമാ. ഈ ആളിനെ ഷോക്കൊക്കെ അടുപ്പിച്ചിട്ട് ഒരാഴ്ചത്തെ മരുന്നും കൊടുത്ത് ഡോക്ടേഴ്സ് വിട്ടിരിക്കുക. ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് പിന്നെ കൊണ്ടുപോയി കാണിച്ച് മരുന്ന് വാങ്ങണം. 3-4 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ആ ഹോസ്പിറ്റലിൽ എത്താൻ. ഇവിടെ വന്ന ഒരാഴ്ചത്തെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇവരുടെ മരുന്ന് തീർന്നു. ഇവർ വീട്ടിൽ പോലും കൊണ്ടുപോകത്തില്ല ഈ രോഗിയെ, ചർച്ചിൽ തന്നെയാ താമസിപ്പിക്കുന്നത്. രാത്രിയില് എല്ലാവരും ഉറങ്ങുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് പുറത്തു പോകും. ഞാനും ഈ രോഗിയോടൊപ്പം ചർച്ചിലെ കുറച്ച് ചെറുപ്പക്കാർ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ചർച്ച് ഹാളിൽ തന്നെയാണ് കിടക്കുന്നത്. ഓരോ വാതിലിൻ്റെ അടുത്ത് ഞാൻ നമ്മുടെ വിശ്വാസികളെ കിടത്തി, ചെറുപ്പക്കാര് കുഞ്ഞുങ്ങളെ. കാരണം കഥ തുറന്ന് ഇറങ്ങിപ്പോയാൽ അറിയണമല്ലോ അതിന്. ഒരാഴ്ച കഴിഞ്ഞു, മരുന്ന് തീർന്നു. വീട്ടുകാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി വാങ്ങിച്ചു മരുന്ന്. ഞാൻ ഒരിക്കലും മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞില്ല. ഈ ആള് മരുന്ന് കൊടുത്ത കഴിക്കത്തില്ല. മരുന്ന് തീർന്നപ്പോൾ പറഞ്ഞു എനിക്ക് മരുന്ന് പോലും തരാതെ എന്നെ കൊല്ലാൻ പോവാൻ, എന്നെ പ്രാർത്ഥിച്ചു കൊല്ലാൻ പോവാന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഞാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. വീട്ടുകാർ നിങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം, പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടേതാ. ഞങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ലെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാത്തത്. ഒടുവിൽ വീട്ടുകാരൊക്കെ കൂടി തീരുമാനിച്ചു, ഉപവാസ പ്രാർത്ഥന കഴിയുന്നത് വരെ ഏതായാലും മരുന്ന് മേടിക്കാൻ പോകുന്നില്ല. അതിനോടകം
സുഖമാകുന്നെങ്കിൽ ആകട്ടെ, ഇല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം കർത്താവ് ഇയാളിനെ ശാന്തമാക്കി, ആഹാരം കഴിക്കാൻ തുടങ്ങി, രാത്രിയിൽ ഉറങ്ങാൻ തുടങ്ങി, വയലൻസ് മാറി. കർത്താവ് പൂർണ്ണമായും രക്ഷാനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. ആ കുടുംബം മുഴുവനും ഒറ്റയടിക്കല്ല രക്ഷിക്കപ്പെട്ടു. ഈ ആളും ഇന്ന് പൂർണ്ണ സൗഖ്യത്തോടെ മരുന്നൊന്നും ഇല്ലാതെ കുറെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ മരുന്ന് വേണ്ട എന്ന് വെക്കുന്നത് ഒന്നുകിൽ ഈ വ്യക്തിക്ക് സുബോധം വേണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സുബോധമില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കണം. ദൈവം ഇന്നും വിടുവിക്കാൻ മതിയായവനാ. അപ്പോൾ ദൈവ മക്കളുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. വളരെ പ്രസിദ്ധനായ ഒരു ദൈവദാസൻ, ഇന്നും അദ്ദേഹം ജീവനോടുണ്ട്, മലയാളിയാണ്, ഇപ്പം പ്രായമൊക്കെ ആയി. വളരെ പ്രശസ്തനും പ്രസിദ്ധനുമായ പ്രഗത്ഭനുമായ ഒരു ദൈവദാസൻ താൻ ശുശ്രൂഷയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഡിപ്രഷൻ രോഗത്തിന് അടിമയായി. ശുശ്രൂഷയൊക്കെ വിട്ടു. ഏതാണ്ട് 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇടപെട്ട 2 പേര് അവിചാരിതമായി ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഈ രോഗം വന്ന കാര്യം എനിക്ക് നേരത്തെ അറിയാവുന്ന. ഇദ്ദേഹത്തിന് ചികിത്സിച്ചിട്ട് ഒന്നും സൗഖ്യമാകുന്നില്ല. ഒടുവിൽ ഒരു ദൈവദാസൻ ഈ ദൈവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവം സൗഖ്യമാക്കും, പക്ഷെ ജീവിതത്തിൽ ഇന്ന ക്രമീകരണങ്ങൾ വരുത്താനുണ്ട്. അതിലൊരു ക്രമീകരണം മറ്റൊരു ദൈവദാസനുമായിട്ട് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന മാനസിക അകൽച്ചയും അദ്ദേഹത്തിന് ഇദ്ദേഹം വരുത്തിവെച്ച പ്രയാസങ്ങളുമായിരുന്നു. പോയി കണ്ട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. ഡിപ്രഷനിലായിരുന്നെങ്കിലും സുബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഇദ്ദേഹത്തെ ആ ദൈവദാസന്റെ വീട്ടിൽ കൊണ്ടുപോയി പറഞ്ഞു. അദ്ദേഹത്തോടെ ക്രമീകരണം പ്രാപിച്ചു. ഇദ്ദേഹം സൗഖ്യമായി. സ്തോത്രം. അതിൽ ഈ രോഗം വന്ന വ്യക്തി ഇന്നും ജീവനോടെ ഉണ്ട്. ഞാൻ പേരും സ്ഥലവും ഒന്നും പറയത്തില്ല. 100% സത്യമായ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ ഒരു കൗൺസിലേഴ്സ് ഒക്കെ പറയുന്ന ഒരു ഭാവനയിലെ ഒരു ഉദാഹരണമൊന്നുമല്ലത്. അപ്പോൾ പിശാചിന് നമ്മുടെ മേൽ ദൈവം ഇതുപോലെ ചെറിയ അനുവാദം കൊടുക്കുന്നെങ്കിൽ പോലും അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഇയ്യോബിനെ പോലെയുള്ള കാരണമാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തോളും. ഒരിത്തിരി പോലും ദോഷം വരാൻ ദൈവം അനുവദിക്കില്ല. പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. എന്നാൽ ഈ പറയപ്പെട്ടതുപോലെയുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ നിമിത്തമാണ് അങ്ങനെ ഒരു പിശാചിന് അവകാശം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രമീകരണത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതിൽ നമ്മൾ ക്രമീകരണം വരുത്താൻ ഒരുങ്ങിയാൽ ഈ പറയപ്പെട്ട പ്രയാസങ്ങളൊക്കെ മാറും. നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ
അല്ലെങ്കിൽ കേരളത്തിലെ പെന്തക്കോസ്തിന്റെ തുടക്കകാലങ്ങളിൽ, തുടക്കമൊന്നും വേണ്ട, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ സൂയിസൈഡൽ സ്പിരിറ്റും ഈ ഡിപ്രഷൻ സ്പിരിറ്റും ഒന്നും നമ്മുടെ ഇടയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളല്ലായിരുന്നു. ചങ്ങലക്കിട്ട ഭ്രാന്തന്മാരെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയ ചരിത്രമുള്ളവരല്ലേ നമ്മൾ? സ്തോത്രം. ചങ്ങലക്കിട്ടുകൊണ്ട് വന്ന ഭ്രാന്തരെ ചങ്ങലയഴിച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി സുബോധത്തോടെ വിട്ട ചരിത്രമാണ് പെന്തക്കോസ്തിൽ, നമ്മുടെ കേരള പെന്തക്കോസ്തിലുള്ളത്. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ചു സുഖമാക്കുമായിരുന്ന പാസ്റ്റേഴ്സിന് ഇന്ന് ഇതുപോലെയുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അധപ്പതനം എന്നല്ലാതെ എന്താ പറയുന്നത്? ദൈവശക്തി കുറഞ്ഞിട്ടില്ലല്ലോ, ദൈവത്തിന് ശക്തി കുറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പരാജയം നമ്മുടേതാ. ഇന്നും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഭ്രാന്ത് പിടിച്ചവരെ ദൈവം സൗഖ്യമാക്കുന്നുണ്ട്. ഇന്നും ഈ അടുത്ത ദിവസങ്ങളിലെ, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ കാലത്തെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതിന്നും സാധ്യമാണ്. ഇപ്പോ പിശാചിന് നമ്മുടെ മേൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരവകാശം വേണമെങ്കിൽ ഈ രണ്ടിലൊന്ന് കാരണം ഉണ്ടാകണം. ഒന്നുകിൽ ഇയ്യോബിൻ്റെതുപോലെ ദൈവം അനുവദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം അനുവദിക്കുന്ന സമയത്തിലും ദൈവം അനുവദിക്കുന്ന പരിധിയിലും മാത്രമേ പിശാചിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ. അതിനകത്ത് ജീവാപായം എന്നൊരു സംഭവം ഇല്ല. ദൈവം അനുവദിച്ചിട്ട് ഇയ്യോബിന്റെ മക്കളെ കൊണ്ടുപോയെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞു. അതിനു പകരം ആ മക്കളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊടുത്തില്ലെങ്കിലും ആ നഷ്ടം ദൈവം നികത്തി. ആ മരിച്ച മക്കളെക്കാൾ ശ്രേഷ്ഠരായ മറ്റ് 10 മക്കളെ ദൈവം ഇയ്യോബിന് കൊടുത്തു. ബാക്കി നഷ്ടപ്പെട്ടതൊക്കെ, മക്കൾ ഒഴികെ ബാക്കി നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ടും ദൈവം കൊടുത്തു. അതിന് ഉത്തരവാദിത്വം മൊത്തം ദൈവത്തിന്. എന്നാൽ നമ്മുടെ പാപം നിമിത്തം, ശൗലിന്റെ വിഷയത്തിലും പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. പുതിയ നിയമത്തിൽ യൂദായുണ്ട് നമുക്ക് ഉദാഹരണത്തിന്. പാപം നിമിത്തമായിരുന്നു ദൈവം ഈ ദുരാത്മാക്കളെ, അല്ലെ സാത്താനെ അനുവദിച്ചത് അവരുടെ മേൽ. അവർ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോയി. ശൗലും ആത്മഹത്യ ചെയ്യുകയായിരുന്നല്ലോ. അപ്പം പണ്ടായാലും ഇന്നായാലും പിശാചിന് മരണത്തിന്റെ മേൽ അധികാരം ഇല്ല. ഒറ്റ വാക്കിൽ എന്താണ് അതെന്ന് പറഞ്ഞു നിർത്തിയേക്കാം, സമയം നമ്മുടേത് കഴിഞ്ഞെന്നറിയാം. പിന്നെ മരണാധികാരിയായ പിശാചെന്ന് പറഞ്ഞത്, പിശാചിന് എങ്ങനെയാണ് ഇവയുടെ മേൽ അധികാരം ഉണ്ടായത്? ഒറ്റ കാരണത്താൽ, മനുഷ്യന്റെ പാപം. മനുഷ്യന്റെ പാപം നിമിത്തമാണ് നമ്മൾ റോമർ 8-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ മനഃപൂർവമായിട്ടല്ല, കീഴാക്കി കൊടുത്തവന്റെ കൽപ്പന പ്രകാരം അത്രേ. അപ്പം പിശാചിന് മനുഷ്യന്റെ മേൽ അവകാശം ലഭിച്ച കാരണമായ പാപത്തിന് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ പരിഹാരം വരുത്തിയപ്പോൾ പിശാചിന് ഉണ്ടായിരുന്ന ആ ഒരു ക്ലച്ച്, ആ ഒരു ഗ്രിപ്പ്, ആ ഒരു പിടുത്തം തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുകയാണ് ചെയ്തത്.
പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ നമ്മുടെ പാപം നിമിത്തം നമ്മുടെ മേൽ ഒരു അനുവദിക്കപ്പെട്ട അവകാശം പ്രാപിച്ച പിശാചിന് അത് നഷ്ടമായി. അങ്ങനെ ഇന്ന് യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം പിശാചിന് മനുഷ്യകുലത്തിന്റെ മേൽ ന്യായമായ യാതൊരു അവകാശവും ഇല്ല. മിക്കപ്പോഴും ഞാൻ പറയുന്നത് പോലെ, because of the crucifixion of Jesus, because Jesus satisfied the righteous demand of the righteous and holy God, no Satan, no evil power has any legitimate right over human beings. No legitimate right over human beings. അപ്പോൾ പിശാചിനോ ജഡത്തിനോ പാപത്തിനോ ലോകത്തിനോ ഒന്നിനും നമ്മുടെ മേൽ ന്യായമായ യാതൊരു അവകാശങ്ങളും ഇല്ല. കാരണം ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി. എന്നാൽ ഇന്നും മനുഷ്യന് വേണമെങ്കിൽ വ്യക്തിപരമായി പഴയ യജമാനനെ തന്നെ സേവിക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കാം. എങ്കിൽ അവന്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ട് മനുഷ്യനായിരിക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പിശാചിനെ, അവന്റെ യാതൊരു തന്ത്രങ്ങളെയും ഭയപ്പെടുവാനില്ല. കാരണം നമ്മുടെ മേൽ അവയ്ക്കൊന്നിനും നിയമപരമായ യാതൊരു അവകാശങ്ങളുമില്ല. എന്തെന്നാൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് ക്രൂശിൽ തൻ്റെ മരണത്താൽ പരിഹാരം വരുത്തി. നാം എന്തിനെല്ലാം അടിമകളായിരുന്നുവോ അവയിൽ നിന്നെല്ലാം കർത്താവ് നമ്മെ വിടുവിച്ചു. ആകയാൽ ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഒരുത്തന് മനഃപൂർവം അടിമകളായിത്തീരുന്നു. ആവർത്തിക്കുന്നു, നമ്മൾ ഇന്ന് പൂർണ്ണമായും സ്വതന്ത്രർ. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നമ്മളെ തന്നെ മനഃപൂർവം ഒരാൾക്ക് അടിമപ്പെടുത്തി കൊടുക്കുന്നു. ആർക്കെന്ന് നമുക്കറിയാം. നമ്മളെ സകലത്തിൽ നിന്നും സ്വതന്ത്രരാക്കിയ ഒരുവനുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തൻ്റെ ജീവൻ കൊണ്ട് വില കൊടുത്ത ഒരുത്തനുണ്ട്. ആ വില കൊടുത്തതിൻ്റെ പഞ്ച അടയാളങ്ങൾ ശരീരത്തിൽ വഹിക്കുന്ന ഒരുത്തനുണ്ട്. അവന് മാത്രമാണ് ഇനിയും നമ്മൾ ദാസന്മാരായിരിക്കുന്നത്, മറ്റാർക്കുമല്ല. ആ സന്തോഷത്തോടെ, ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ, സ്തോത്രം, നമുക്ക് ആ കർത്താവിനെ സേവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചോദ്യങ്ങൾ ഒരൊറ്റ കാണാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ആ കാര്യങ്ങൾ വീണ്ടും നമുക്ക് പങ്കുവെക്കാം. ഇന്ന് സമയം പോയതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.